ഹായ് ഓൾ, നമസ്കാരം. സ്റ്റഡി നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാമിനേഷൻ, ഇനി വരാനിരിക്കുന്ന ബിഫ്കോ LDC, ബിഫ്കോയുടെ LDCയുടെ മെയിൻ എക്സാമിനേഷനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് സമകാലികത്തിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിന്ന് മൊത്തം 35 ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ ഓരോ ചോദ്യങ്ങൾക്കും ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ ഫൈനൽ ആൻസർ എത്രയാണോ അതും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തിടുക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സമകാലികത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പഠിച്ച കാര്യങ്ങളൊക്കെ, നിങ്ങൾ പഠിച്ചതും വായിച്ചതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു ഓർമ്മ പുതുക്കലാണ്. ഡിഗ്രി പ്രിലിംസിൻ്റെ മെയിൻ ഫോക്കസ് തന്നെയാണ് കേരള PSC ഡിഗ്രി പ്രിലിംസ് മെയിൻ ഫോക്കസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മളുടെ ടെലഗ്രാം ചാനലിൻ്റെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡെയിലി ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതായാലും നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ചാനലിലും എന്ത് ചെയ്യാം, നിങ്ങൾ ജോയിൻ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആക്രമണങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തെ രക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര ദിനമായി 2021 ആചരിച്ചത്. ഓക്കെ, ആക്രമണങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തെ രക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര ദിനമായി 2021 ആചരിച്ചത് എന്നാണ്. ഓക്കെ, സെപ്റ്റംബർ 11 ഉണ്ട്, 5 ഉണ്ട്, 19 ഉണ്ട്. ഏതാണോ ആൻസർ? സെപ്റ്റംബർ 9 തീയതിയാണ് കേട്ടോ. എന്നാണ് നമ്മൾ ആചരിച്ചത്? സെപ്റ്റംബർ 9 തീയതിയാണ്. രണ്ടാമത്തെ ചോദ്യം, എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിയൻ്റെ 2021 സുരക്ഷിത നഗരങ്ങളുടെ സൂചികയിൽ ഒന്നാമതെത്തിയ നഗരം. എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ 2021 സുരക്ഷിത നഗരങ്ങളുടെ സൂചികയിൽ ഒന്നാമതെത്തിയ നഗരം ഏതാണ്? ഏതാണ്? കോപ്പൻഹേഗൻ ആണ് കേട്ടോ. ഏതാണ്? കോപ്പൻഹേഗൻ. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് പോലീസ് സേനയാണ് 2021 സെപ്റ്റംബറിൽ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ ആരംഭിക്കാൻ തീരുമാനിച്ചത്? ഇന്ത്യയിലെ ഏത് പോലീസ് സേനയാണ് 2021 സെപ്റ്റംബറിൽ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ ആരംഭിക്കാൻ തീരുമാനിച്ചത്? ഏതാണ്? ഓക്കെ, കേരളമാണല്ലേ, നമ്മളുടെ സ്വന്തം കേരളമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്ഷീരപഥത്തിൽ 2021 കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തം. ഓക്കെ, സോറി, ക്ഷീരപഥത്തിൽ 2021 കണ്ടെത്തിയ ഏറ്റവും ചെറിയ തമോഗർത്തം ഏതാണ്? യൂണിക്കോൺ ആണല്ലേ. ഏതാണ്? യൂണിക്കോൺ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എത്രാമത്തെ ലോക്സഭയാണ് 2019 നിലവിൽ വന്നത്? എത്രാമത്തെ ലോക്സഭയാണ് 2019 നിലവിൽ വന്നത്? എത്രാമത്തെയാണ്? 17ാമത്തെ ലോക്സഭയാണ് കേട്ടോ. 17ാമത്തെ ലോക്സഭയാണ്. ഓക്കെ, ദെൻ അടുത്തത്, കേരള ബാങ്കിൻ്റെ ആദ്യത്തെ CEO. നമുക്കറിയാം 2019 നവംബർ 29 നിലവിൽ വന്ന കേരള ബാങ്കിൻ്റെ ആദ്യത്തെ CEO ആരാണ്? കേരള ബാങ്കിൻ്റെ ആദ്യത്തെ CEO ആരാണ്? PS രാജനാണ് അല്ലേ. ആരാണ്? PS രാജൻ. ഓക്കെ അല്ലേ, PS രാജൻ. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് ടെസ്റ്റ് ബസ് ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് ടെസ്റ്റ് ബസ് ആരംഭിച്ച സംസ്ഥാനം ആരാണ്? ആലോചിച്ചിട്ട് പറഞ്ഞേ. ആരാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്ര. ഓക്കെ, ദെൻ അടുത്തത് ചോദ്യം,
രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനക്കാരിയാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനക്കാരിയാണ്? ഏത് സംസ്ഥാനത്തുകാരിയാണ്? എസ് ഡി ഒഡീഷ അല്ലേ? ഏതാണ്? ഒഡീഷ സംസ്ഥാനത്ത് നിന്നിട്ടുള്ളതാണ്. ദെൻ അടുത്ത ചോദ്യം ഇതാണ്: എത്ര വർഷത്തെ സേവനത്തിന് ശേഷമാണ് കരസേന 2021 മാർച്ച് 31 മിലിറ്ററി ഫാമുകൾ അവസാനിപ്പിച്ചത്? എത്ര വർഷത്തെ സേവനത്തിന് ശേഷമാണ് കരസേന 2021 മാർച്ച് 31 മിലിറ്ററി ഫാമുകൾ അവസാനിപ്പിച്ചത്? എത്രയാണ്? യെസ്, 132 വർഷത്തെയാണ് കേട്ടോ. എത്രയാണ്? 132 വർഷത്തെ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം: അമേരിക്കയിലെ 9/11 ഭീകര ആക്രമണത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2021 ആചരിച്ചത്? എത്രാമത്തെയാണ്? യെസ്, 20-ാമത്തെയാണ് അല്ലേ? എത്രാമത്തെ വാർഷികമാണ്? 20-ാമത്തെ വാർഷികം. ഓക്കെ. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ തുരങ്കത്തിൽ സമാപിച്ച ആദ്യ റെയിൽവേ സ്റ്റേഷനായ കെയോങ് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ തുരങ്കത്തിൽ സ്ഥാപിച്ച ആദ്യ റെയിൽവേ സ്റ്റേഷനായ കെയോങ് ഏത് സംസ്ഥാനത്താണ്? കെയോങ് ഏത് സംസ്ഥാനത്താണ്? ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഏത് സംസ്ഥാനമാണ്? ഹിമാചൽ പ്രദേശ്. ഓക്കെ അല്ലേ? ഏത് സംസ്ഥാനം? ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഓർത്ത് വെക്കുക. അപ്പം നോക്കി, തുരങ്കത്തിൽ സ്ഥാപിച്ച ആദ്യ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് എന്നുള്ള ഒരു ഉത്തരവും ഇതിനകത്തുണ്ട്, സംസ്ഥാനവും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദെൻ അടുത്തത്: ലക്ഷ്മി ഭണ്ഡാർ അക്കൗണ്ട് ആരംഭിച്ച, അതായത് 2021 ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ലക്ഷ്മി ഭണ്ഡാർ അക്കൗണ്ട് ആരംഭിച്ച 2021 സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനമാണ്? യെസ്, പശ്ചിമ ബംഗാളാണ് കേട്ടോ. ഏതാണ്? പശ്ചിമ ബംഗാളാണ്. അടുത്ത ചോദ്യം: പുരുഷ വിഭാഗത്തിൽ 2021 ലോറൻസ് അവാർഡ് നേടിയത്? പുരുഷ വിഭാഗത്തിൽ 2021 ലോറൻസ് അവാർഡ് നേടിയത്? ലോറൻസ് അവാർഡ് നേടിയത് ആരാണ്? റാഫേൽ നദാലാണ് കേട്ടോ. ആരാണ്? റാഫേൽ നദാൽ. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ 2021 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം? ഐക്യരാഷ്ട്രസഭയുടെ 2021 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? യെസ്, ഫിൻലാൻഡ് ആണ് അല്ലേ? ഏതാണ്? ഫിൻലാൻഡ്. അടുത്ത ചോദ്യം: ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ മ്യൂസിയം തുറന്നത്? ആരുടെ സ്മരണയ്ക്കാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ മ്യൂസിയം തുറന്നത്? ആരുടെ സ്മരണയ്ക്കാണ്? സുഭാഷ് ചന്ദ്രബോസ്. ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ. ഓക്കെ. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്ന തീയതി? ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്ന തീയതി എന്നാണ്? 2020 ജൂലൈ 20. 2020 ജൂലൈ 20 ആണ് കേട്ടോ. ആ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്നാണ് അത് പറയുന്നത്. അത് നിലവിൽ വന്നത് 2020 ജൂലൈ 20-ാം തീയതിയാണ്. ഓക്കെ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം എന്തായി ആചരിക്കുന്നു? സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം എന്തായി ആചരിക്കുന്നു? എന്തായിട്ടാണ് ആചരിക്കുന്നത്? പരാക്രം ദിവസ്. ഏതാണ്? പരാക്രം ദിവസ് എന്നാണ് ആചരിക്കുന്നത് കേട്ടോ, സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം. ഓക്കെ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യമായി കാർഷിക ഭൂമി പാട്ടത്തിന് നൽകാൻ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം?
ഇന്ത്യയിൽ ആദ്യമായി കാർഷിക ഭൂമി പാട്ടത്തിന് നൽകാൻ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏത്? ഏതാണ്? ഏത് സംസ്ഥാനമാണ്? ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. ഏതാണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ, ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനമാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, അമേരിക്കയിൽ കൊറോണ ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം. അമേരിക്കയിൽ കൊറോണ ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം ഏത്? ഏതാണ്? ഏതാണ്? ആലോചിച്ച് നോക്കിയേ. ഏതാണ്? കടുവ. ഓർത്ത് വെക്കുക, ഏതാണ്? കടുവ. നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടാത്ത ഒരു മൃഗമാണത്, കടുവ. ഓക്കെ. ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറലാണ്? അന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ്? എത്രാമത്തെയാണ്? 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 9ാമത്തെ സെക്രട്ടറി ജനറൽ ആണ് കേട്ടോ. എത്രാമത്തെയാണ്? 9ാമത്തെ സെക്രട്ടറി ജനറൽ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, 2024 കോപ്പ അമേരിക്കയുടെ വേദി. 2024 കോപ്പ അമേരിക്ക, അതായത് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് കോപ്പ അമേരിക്ക. അതിന്റെ വേദി എവിടെയാണ്? ഏതാണ്? ഇക്വഡോർ ആണ് കേട്ടോ. ഏതാണ്? 2024 കോപ്പ അമേരിക്ക ഇക്വഡോറിൽ വെച്ചാണ് നടത്തുന്നത്. ഓക്കെ. ദെൻ അടുത്തത്, 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ ഏത് വിദേശ രാജ്യത്തിൻ്റെ സേനാ വിഭാഗമാണ് പങ്കാളികളായത്? 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ ഏത് വിദേശ രാജ്യത്തിൻ്റെ സേനാ വിഭാഗമാണ് പങ്കാളിയായത്? ഏതാണ്? ഏതാണ്? ബംഗ്ലാദേശ് ആണ് അല്ലേ? ഏത് രാജ്യത്തിൻ്റെയാണ്? ബംഗ്ലാദേശിൻ്റെയാണ്. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ യാത്രക്കാർക്ക് പരിശീലനം നൽകുന്ന രാജ്യം. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാന് യാത്രക്കാർക്ക് പരിശീലനം നൽകുന്ന രാജ്യമേതാണ്? ഏതാണ്? ഏതാണ്? ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി. ഗഗൻയാൻ ഏതാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. ഏത് രാജ്യമാണ്? ഫ്രാൻസ്. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ചത് എവിടെയാണ്? കണ്ണപുരം. എവിടെയാണ്? കണ്ണപുരം. ഇനി അത് സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ് കേട്ടോ. സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരളം, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇവിടെ പ്രദേശം, സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ അടുത്ത ചോദ്യം, ടോക്കിയോ ഒളിമ്പിക്സിൽ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഹോക്കിയിൽ വെങ്കലം നേടിയത്? ടോക്കിയോ ഒളിമ്പിക്സിൽ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഹോക്കിയിൽ വെങ്കലം നേടിയത്? ഏത് രാജ്യത്തെയാണ്? യെസ്, ജർമ്മനിയാണ് അല്ലേ? ഏതാണ്? ജർമ്മനി. ഓർത്ത് വെക്കുക കേട്ടോ. ഏതാണ്? ജർമ്മനി. ദെൻ അടുത്ത ചോദ്യം, പ്രശസ്ത ടെന്നീസ് താരം നൊവാക് ദ്യോക്കോവിച്ച് ഏത് രാജ്യക്കാരാണ്? പ്രശസ്തനായ ടെന്നീസ് താരം നൊവാക് ദ്യോക്കോവിച്ച് ഏത് രാജ്യക്കാരനാണ്? പെട്ടെന്ന് നമുക്കറിയാം അല്ലേ? പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് ഇതായതുകൊണ്ട് സെർബിയ ആണ് കേട്ടോ. ഏതാണ്? സെർബിയ. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്ത ചോദ്യം, 2026 ഫിഫ വേൾഡ് കപ്പ് വേദികളിൽ ഉൾപ്പെടാത്തത്. ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. വേദികളിൽ ഉൾപ്പെടാത്ത രാജ്യത്തെക്കുറിച്ചാണ്. ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ക്യൂബയാണ് കേട്ടോ. ഏതാണ്? ക്യൂബ. 2026 ഫിഫ വേൾഡ് കപ്പ് വേദികളിൽ ഉൾപ്പെടാത്ത രാജ്യം ക്യൂബയാണ്. ദെൻ അടുത്ത ചോദ്യം, കേരള ബാലാവകാശ കമ്മീഷൻ ആരംഭിച്ച ബാല സൗഹൃദ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? കേരള ബാലാവകാശ കമ്മീഷൻ ആരംഭിച്ച ബാല സൗഹൃദ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്?
ഗോപിനാഥ്. ആരാണ്? ഗോപിനാഥ്. അപ്പം ബാലാവകാശ കമ്മീഷന്റെ പദ്ധതി ഏതാണ്? ആ ബാലസൗഹൃദ കേരളം എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ട്, അതൊന്ന് ഓർത്തു വെച്ച് കേട്ടോ. ഓക്കെ. ഏത് രാജ്യത്തിനാണ് ഇന്ത്യ ഈയിടെ INS സിന്ധുവീർ കൈമാറിയത്? ഏത് രാജ്യത്തിനാണ് ഇന്ത്യ ഈയിടെ INS സിന്ധുവീർ കൈമാറിയത്? ഏത് രാജ്യത്തിനാണ്? ആലോചിച്ച് നോക്കിയേ. യെസ്, ഏതാണ്? മ്യാൻമാർ ആണല്ലേ. ഏതാണ്? മ്യാൻമാർ. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് സ്ഥാപിതമായ ജില്ല. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് സ്ഥാപിതമായ ജില്ല ഏതാണ്? ഏത് ജില്ലയാണ്? ഏത് ജില്ലയാണ്? ആലപ്പുഴയാണ് അല്ലേ. ഏതാണ്? ആലപ്പുഴ. ഓർത്തു വെക്കുക, ആലപ്പുഴ. അടുത്ത ചോദ്യം, 2036 വരെ പ്രസിഡന്റിന് ആ പദവിയിൽ തുടരാൻ ഭരണഘടനാ ഭേദഗതി വരുത്തിയ രാജ്യം. 2036 വരെ പ്രസിഡന്റിന് ആ പദവിയിൽ തുടരാൻ ഭരണഘടനാ ഭേദഗതി വരുത്തിയ രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ്? ഏത് രാജ്യമാണ്? യെസ്, ഡി റഷ്യയാണ് കേട്ടോ. ഏതാണ്? റഷ്യ. ഓക്കെ അല്ലേ. ദെൻ അടുത്ത ചോദ്യം, പത്മ പുരസ്കാരത്തിന്റെ മാതൃകയിൽ സംസ്ഥാന തലത്തിൽ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്താൻ 2021 ഓഗസ്റ്റിൽ തീരുമാനിച്ച സംസ്ഥാനം ഏത്? പത്മ പുരസ്കാരത്തിന്റെ മാതൃകയിൽ സംസ്ഥാനങ്ങളിൽ പുരസ്കാരം ഏർപ്പെടുത്താൻ 2021 ഓഗസ്റ്റിൽ തീരുമാനിച്ച സംസ്ഥാനം ഏത്? സംസ്ഥാനം ഏത്? ഏത് സംസ്ഥാനമാണ്? യെസ്, ഡി കേരളമാണ് കേട്ടോ. ഓർക്കുക, ഏതാണ്? ഡി കേരളം. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ DGP ആര്? കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആര്? കേരളത്തിലെ ആദ്യ വനിതാ DGP ആര്? ആരാണ്? ആർ ശ്രീലേഖ മാഡം ആണ് അല്ലേ. ആരാണ്? ആർ ശ്രീലേഖ. ദെൻ അടുത്ത ചോദ്യം, കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി, ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? സിമ്പിൾ ചോദ്യമാണ് അല്ലേ. വീണ ജോർജ്. ഈ വീണ ജോർജ് ആണ്. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ എലിവേറ്റഡ് ബീച്ച് ഹൈവേ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ എലിവേറ്റഡ് ബീച്ച് ഹൈവേ ഏതാണ്? 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 ആലപ്പുഴയാണ് അല്ലേ. ആലപ്പുഴ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ 35 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. 35 ചോദ്യം. ഇത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് റിവൈസ് ചെയ്തൊന്ന് നോക്കി മനസ്സിലാക്കുക. പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് ഇതിൽ കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക. പിന്നെ നമ്മളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതിലൂടെ നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങളിലും എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യാം. ഈ 2ലും നമ്മളുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നോട്ട്സുകളൊക്കെ നമ്മൾ ഡെയിലി നൽകുന്നുണ്ട്. കാരണം ഓരോ ദിവസത്തിൻ്റെ പ്രാധാന്യം അടങ്ങുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. നിങ്ങൾക്കുള്ള പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളുടെ ചാനൽ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളുടെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ബൈ.